ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, 5:30 തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു വാർത്താ സമ്മേളനം ഇപ്പോൾ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിനകത്ത് ഇനി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നു, ഒപ്പം തന്നെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലേക്ക് ഇത് നീക്കമാണ് നടത്താൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ ഈ 5:30 തന്നെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനു മുൻപേ തന്നെ പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി എല്ലാം തന്നെ കൂടിക്കാഴ്ച നടത്തിയെന്നൊരു വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായും ഏത് തരത്തിലുള്ള പ്രതിസന്ധിയെ നേരിടാൻ രാജ്യം സുസജ്ജമാണ് എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതിനുള്ള നിർദ്ദേശങ്ങൾ എല്ലാ തരത്തിലും നൽകിയിരിക്കുന്നു. മാത്രമല്ല, പ്രധാനപ്പെട്ടത് രാജ്യ തലസ്ഥാനത്തടക്കം തന്ത്രപ്രധാന മേഖലകളിൽ പ്രത്യേക സുരക്ഷാ സേനയെ ഇപ്പോൾ വിന്യസിച്ചു എന്ന വാർത്ത കൂടി വരുന്നു. എല്ലാ തരത്തിലും, അതായത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഏൽക്കാത്ത രീതിയിൽ, പ്രതിസന്ധികൾ ഉണ്ടാകാത്ത രീതിയിലുള്ള സുരക്ഷാ സംവിധാനം, പഴുതടച്ച സുരക്ഷാ സംവിധാനം തന്ത്രപ്രധാന മേഖലകളിൽ, വിമാനത്താവളങ്ങളിൽ, ഒപ്പം തന്നെ മെട്രോ സ്റ്റേഷനുകളിലെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരെ മെട്രോ സ്റ്റേഷനിലടക്കം ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും ഇനി അങ്ങോട്ടുണ്ടാകരുത്, എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും അതിശക്തമാണ്. അതാണ് രാജ്നാഥ് സിംഗ് അടക്കം പറഞ്ഞത്. ഏത് തരത്തിലുള്ള തിരിച്ചടി, അതായത് പാകിസ്ഥാൻ വിചാരിച്ചതിനപ്പുറത്തുള്ള തിരിച്ചടിയാണ്. ഇനി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലൊരു സൈനിക നീക്കമുണ്ടായാൽ അതിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ നമ്മൾ സജ്ജമാണ് എന്നുള്ളത് പ്രതിരോധ മന്ത്രി അടക്കം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല, അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് പാകിസ്ഥാന്റെ ചില മിസൈലുകളടക്കം നമ്മൾ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് 99 ചൈനയിൽ നിന്ന് വാങ്ങിയ മിസൈലുകളാണ്. അതേസമയം ഇന്ത്യ ഇത് തകർക്കാൻ ഉപയോഗിച്ച മിസൈൽ തകർക്കുന്ന പ്രതിരോധ മാർഗങ്ങളെല്ലാം തന്നെ ഈ അടുത്ത കാലത്ത് റഷ്യയിൽ നിന്ന് മേടിച്ചതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ DRDO സംവിധാനത്തിലൂടെ സ്വയം വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി നമ്മൾ മുന്നോട്ട് വെച്ച ചില നീക്കങ്ങൾ ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷമടക്കം വിമർശനം ഉന്നയിച്ചതാണ്. ആയുധ ഇടപാടുകളെ സംബന്ധിച്ച വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ എന്തിനായിരുന്നു എന്ന കേന്ദ്ര സർക്കാരിന് പ്രതിപക്ഷത്തെയും രാജ്യത്തെയും ബോധ്യപ്പെടുത്താനുള്ള അവസരമായി ഇത് മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും അതിശക്തമായ നീക്കങ്ങൾ അതിർത്തിയിൽ നടക്കുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നിർത്താതെ ഇപ്പോഴും വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുന്നു, ഷെല്ലിംഗ് ഉണ്ടാകുന്നു. അത് ജനവാസ മേഖലകളിലേക്കാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ അതിശക്തമായി ആ മേഖലകളെ തിരിച്ചടിക്കാൻ തന്നെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളോട് ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ അത്തരം ചില ചർച്ചകളും, ഒപ്പം തന്നെ DGP അടക്കമുള്ളവരും മുഖ്യമന്ത്രിമാരുമായൊക്കെ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം തന്നെ ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായുള്ള നീക്കം ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിലെടുത്തു പറയേണ്ടത്, ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാന്റെ ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രമാണ് നമ്മൾ ആക്രമിച്ചത്. അത് വളരെ കൃത്യമായി തന്നെ സോഫിയ ഖുറേഷി അടക്കമുള്ള ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തതാണ്.